നമസ്കാരം. ഇന്ന് നമ്മളൊരു കടൽ യാത്ര പോവാട്ടോ. പക്ഷേ അങ്ങനെ ഒരു എന്താ പറയുക, സാധാരണ ടൂറിസ്റ്റ് യാത്രയല്ല ഇത്. ലോകം മുഴുവൻ ചർച്ച ചെയ്ത ഹെർമൻ മെൽവിൻ്റെ ഭയങ്കര ഫേമസ് ആയൊരു പുസ്തകമില്ലേ, മോബി ഡിക്ക് ഓർ ദ വെയിൽ. ആ പുസ്തകത്തിൻ്റെ ഉള്ളിലേക്കൊരു ഊളിയിടലാണ്. നിങ്ങളിത് വായിച്ചിട്ടില്ലെങ്കിൽ ഒരു പേടിയും വേണ്ട. ഇതൊരു ബോറടിപ്പിക്കുന്ന ക്ലാസിക്കൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ നിറയെ സാഹസം, അടങ്ങാത്ത പക, പിന്നെ മനുഷ്യൻ്റെ ചില ഭ്രാന്തൻ ആഗ്രഹങ്ങൾ, അങ്ങനത്തെ ഒരു ലോകമാണ്. നമുക്കിതിലെ പ്രധാന കഥാപാത്രങ്ങളെയും സംഭവങ്ങളെയും ഒക്കെ ഒന്ന് പരിചയപ്പെടാം അല്ലേ? തീർച്ചയായും. ഇത് വെറുമൊരു തിമിംഗല വേട്ടയുടെ കഥയായിട്ട് മാത്രം കാണരുത്. ഇതിൽ ഒരുപാടുണ്ട്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ളൊരു ബന്ധം, അല്ലെങ്കിൽ ഒരു പോരാട്ടം, പിന്നെ ഈ ഭ്രാന്തമായ അഭിനിവേശം, ഒബ്സെഷൻ എന്ന് പറയില്ലേ, അതും, പിന്നെ തിന്മയുടെ സ്വഭാവം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. കഥ തുടങ്ങുന്നത് ഇഷ്മേൽ എന്നൊരു ചെറുപ്പക്കാരനിലാണ്. പുള്ളിക്ക് ലോകം കാണണം, കുറച്ച് കാശുണ്ടാക്കണം, പിന്നെ ഈ തിമിംഗല വേട്ടയൊക്കെ എന്താണെന്ന് അറിയണം. അങ്ങനെയാണ് ന്യൂ ബെഡ്ഫേർഡ് എന്നൊരു തുറമുഖ പട്ടണത്തിൽ എത്തുന്നത്. ആഹാ, അപ്പൊ നമ്മുടെ നാട്ടിലെ പിള്ളേരെ പണ്ട് ഗൾഫ് പോണ പോലെ ഒരു സെറ്റപ്പ്. ഒരു തരത്തിൽ അങ്ങനെ പറയാം. കുറച്ചൊരു സാഹസികമാണെന്ന് മാത്രം. അവിടെ വെച്ചാണ് കഥയിൽ ഒരു പ്രധാന ട്വിസ്റ്റ് അല്ലേ? ക്യൂക്കേഗ് എന്ന ഒരാളെ കണ്ടുമുട്ടുന്നത്. അതെ, ദ സ്പൗട്ടർ ഇൻ എന്നൊരു പഴയ സത്രത്തിൽ വെച്ച്. ക്യൂക്കേഗ് ഒരു പ്രത്യേക ടൈപ്പ് ആളാണ്. പൊളിനേഷ്യൻ ദ്വീപുകാരനാണ്. ദേഹം മുഴുവൻ എന്തൊക്കെയോ പച്ച കുത്തിയിട്ടുണ്ട്. കണ്ട ആദ്യം ഒന്ന് പേടിക്കും. ഒരു തലവന്റെ മകനാണ് പുള്ളി. ഓഹോ, എന്നിട്ടേ? അന്ന് രാത്രി അവിടെ വേറെ മുറിയില്ലായിരുന്നു. അപ്പോ ഇഷ്മേലിനും ക്വീക്വീഗിനും കൂടി ഒരേ കട്ടിലിൽ കിടക്കേണ്ടി വന്നു. അമ്പമ്പോ. പക്ഷേ ആ ഒരു സംഭവത്തോടെ അവർ നല്ല കൂട്ടുകാരായി. വളരെ വ്യത്യസ്തരായ രണ്ടുപേർ. അപ്പൊ അവരുടെ സൗഹൃദം അവിടെ തുടങ്ങി. എന്നിട്ട് അവർ ഒരുമിച്ച് കപ്പലിൽ കയറിയോ? അതെ, അവരൊരുമിച്ച് പിക്വോർഡ് എന്നൊരു തിമിംഗലവേട്ട കപ്പലിൽ ജോലിക്ക് ചേരാൻ തീരുമാനിച്ചു. ഈ പിക്വോർഡ് കപ്പലുണ്ടല്ലോ, അതിനൊരു പ്രത്യേകതയുണ്ട്. അതിന്റെ ക്യാപ്റ്റൻ ഏഹാബ്. ക്യാപ്റ്റൻ ഏഹാബ്. ഈ പേര് കേട്ടിട്ടുണ്ട്. ആളൊരു ഒന്നൊന്നര സംഭവമാണെന്ന് തോന്നുന്നല്ലോ. എന്താണ് പുള്ളിയുടെ പ്രത്യേകത? ക്യാപ്റ്റൻ ഏഹാബിനെ മനസ്സിലാക്കാതെ ശരിക്കും മോബി ഡിക്ക് മനസ്സിലാവില്ല. അദ്ദേഹത്തിനൊരു കാലില്ല. അതെ, പകരം തിമിംഗലത്തിന്റെ എല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു കൃത്രിമ കാലാണ് വെച്ചിരിക്കുന്നത്. അതെന്താ പറ്റിയേ? അതിന് കാരണം മോബി ഡിക്ക് എന്ന ഭീമാകാരനായ ഒരു പ്രത്യേക തരം വെള്ള നിറമുള്ള തിമിംഗലമാണ്. ആ തിമിംഗലവുമായുള്ള ഒരു ഏറ്റുമുട്ടലിലാണ് ഏഹാബിന് കാൽ നഷ്ടപ്പെട്ടത്. ഓ, അപ്പോൾ അതാണ് കാര്യം. അന്നു മുതൽ ഏഹാബിന്റെ ജീവിതത്തിലെ ഒരേ ഒരു ലക്ഷ്യം എന്താണെന്നോ, മോബി ഡിക്കിനെ കണ്ടുപിടിക്കുക, കൊല്ലുക. ഇത് വെറും ഒരു വേട്ടയല്ല, അയാളുടെ വ്യക്തിപരമായ ഒരു പകപോക്കലാണ്, ഒരു ഭ്രാന്തമായ ഒബ്സെഷൻ. ഒരു തിമിംഗലത്തോട് ഇത്ര തീവ്രമായ പകയോ? പണ്ട് കാരണവന്മാർ തമ്മിലുള്ള പറമ്പ് തർക്കം പോലെയാണല്ലോ. ഏകദേശം തലമുറകളോളം നീളുന്ന വാശി പോലെ. കപ്പലിലെ സാധാരണ നാവികരെയൊക്കെ ഇയാൾ ഈ പ്രതികാരത്തിലേക്ക് വലിച്ചഴച്ചു. അതാണ് എഹാബിന്റെ ഒരു രീതി. അയാൾ തന്റെ ലക്ഷ്യം നേടാൻ എന്തും ചെയ്യും. കപ്പലിലെ പായ്മരത്തിൽ ഒരു സ്പാനിഷ് സ്വർണ്ണ നാണയം, ഒരു ഡുബ്ലൂൺ തറച്ചിട്ടൊരു ഓഫർ വെച്ചു. എന്ത് ഓഫർ? മോബി ഡിക്ക് എന്ന വെള്ളത്തിമിംഗലത്തെ ആദ്യം കാണുന്നയാൾക്ക് ഈ സ്വർണ്ണ നാണയം സമ്മാനം. കൊള്ളാലോ, പൈസ കാണിച്ച് കൂടെ കൂട്ടുക. അതെ, അങ്ങനെ തന്റെ പ്രതികാര ദാഹത്തിലേക്ക് മറ്റുള്ളവരെയും പങ്കാളികളാക്കി. അപ്പോൾ ഈ മോബി ഡിക്ക് ശരിക്കും ഒരു ഭീകരൻ തന്നെയാണോ, അതോ ഏഹാബിന്റെ തോന്നലാണോ? അല്ലല്ല, തോന്നലല്ല. മോബി ഡിക്ക് നാവികർക്കിടയിൽ ഒരു പേടി സ്വപ്നമാണ്, ഒരു മിത്ത് പോലെയാണ്. അതിനെ നേരിട്ടിട്ടുള്ള പല കപ്പലുകൾക്കും അപകടം പറ്റിയിട്ടുണ്ട്. എസെക്സ് എന്നൊരു കപ്പലിനെ അത് ആക്രമിച്ച് മുക്കിയിടായിട്ടൊക്കെ കഥകളുണ്ട്. ശരിക്കും? പിന്നെ അതിൻ്റെ ആ വെള്ള നിറം. മെൽവിൽ അതിനെക്കുറിച്ച് മാത്രമായ ഒരു അധ്യായം തന്നെയുണ്ട്, ദ വൈറ്റ്നെസ് ഓഫ് ദ വെയിൽ. ആ വെള്ള നിറം ഭീകരതയുടെയും ശൂന്യതയുടെയും മരണത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. നമ്മുടെ നാട്ടിലെ യക്ഷിപ്പാലയുടെ അടുത്തൂടെ രാത്രി പോകുമ്പോൾ ഉണ്ടാവുന്നൊരു പേടിയില്ലേ, അതുപോലേക്കാണോ? ഏകദേശം അതുപോലൊരു ഫീൽ. കടലിലെ ഒരു ഭീകരസത്വം. കപ്പലിലെ ജീവിതം അപ്പോൾ ആകെ മൊത്തം ടെൻഷനായിരിക്കുമല്ലോ. ഇതിനിടയിൽ എന്തെങ്കിലും രസകരമായ കാര്യങ്ങളോ ബന്ധങ്ങളോ ഒക്കെ ഉണ്ടോ ഇഷ്മേലും ക്വീക്വിഗും? ജീവിതം വളരെ കഠിനമാണ്. തിമിംഗലത്തെ വേട്ടയാടുന്നത് അപകടം പിടിച്ച പണിയാണ്. പിന്നെ കൊന്ന തിമിംഗലത്തെ കപ്പലിലേക്ക് വലിച്ചു കയറ്റി അതിൻ്റെ നെയ്യെടുക്കുന്ന പണിയുണ്ട്. അത് ഭയങ്കര ദുർഗന്ധവും ഭീകരവുമായ കാഴ്ചയാണ്. ദ ട്രൈ വർക്സ് എന്നൊക്കെ പറയും. ഇതിനിടയിലും
ഇഷ്മയിലും ക്വിക്യോഗും തമ്മിലുള്ള സൗഹൃദം വളരുന്നുണ്ട്. ദ മങ്കി റോപ്പ് എന്നൊരു ഭാഗമുണ്ട്. അതിൽ അവർ രണ്ടുപേരും ഒരു കയറിൽ ബന്ധിക്കപ്പെട്ട് തിമിംഗലത്തിന്റെ മുകളിൽ ജോലി ചെയ്യുന്നതിനെപ്പറ്റി പറയുന്നുണ്ട്. ഓ, ഒരാൾ വീണാൽ മറ്റേയാളും വീഴും. അത്രയും ആഴത്തിലുള്ള ഒരു ബന്ധം അവർക്കിടയിലുണ്ട്. അതൊരു മനോഹരമായ ഭാഗമാണ്. പക്ഷെ ഇതൊന്നും ഏഹാബിന്റെ ഭ്രാന്തിനെ കുറയ്ക്കുന്നില്ല അല്ലേ? ഇല്ല, ഒട്ടുമില്ല. ഏഹാബിന്റെ ഭ്രാന്ത് കൂടിക്കൂടി വരികയാണ്. അയാൾക്ക് മൊബി ഡിക്ക് എന്ന ചിന്തയല്ലാതെ മറ്റൊന്നുമില്ല. കൊടുങ്കാറ്റ് വരുമ്പോൾ കപ്പലിന്റെ ദിശ അറിയാനുള്ള കോമ്പസ് വരെ അയാൾ നശിപ്പിക്കുന്നുണ്ട്. അതെന്തിനാ? അയാൾക്ക് അയാളുടെ ലക്ഷ്യം മാത്രം മതി. പ്രകൃതിയെയോ ദൈവത്തെയോ ഒന്നും അയാൾക്ക് പേടിയില്ല. അയാൾ വെല്ലുവിളിക്കുകയാണ്. സ്റ്റാർബക്ക് എന്നൊരു 1ാം മേറ്റുണ്ട് കപ്പലിൽ, ചീഫ് ഓഫീസർ. കുറച്ചുകൂടി വിവേകമുള്ള ആളാണ്. അയാൾ പലപ്പോഴും അഹാബിനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. എഹാബ് ചെയ്യുന്നത് ഭ്രാന്താണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അഹാബ് കേൾക്കുന്നില്ല. ഓ, കഷ്ടം തന്നെ. അവസാനം അവർ കണ്ടുമുട്ടിയോ ഈ മോബിഡിക്കിനെ? കണ്ടുമുട്ടി. 3 ദിവസം നീണ്ടു നിന്ന ഭീകരമായൊരു പോരാട്ടമായിരുന്നത്. 3 ദിവസമോ? അതെ. അവസാന ദിവസം അഹാബ് തന്റെ ചാട്ടുള്ളി ഹാർപൂൺ എടുത്ത് മോബിഡിക്കിന്റെ നേരെ എറിഞ്ഞു. പക്ഷെ ആ ചാട്ടുള്ളിയുടെ കയറ് അഹാബിന്റെ കഴുത്തിൽ കുരുങ്ങി. അയ്യോ. അഹാബ് തിമിംഗലത്തോടൊപ്പം കടലിന്റെ ആഴങ്ങളിലേക്ക് താണുപോയി. അതോടൊപ്പം പെക്കൂട് കപ്പൽ മോബിഡിക്ക് തകർക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാരും മരിച്ചോ? ഇഷ്മയിലിനെന്ന് പറ്റി നമ്മുടെ കഥാകാരൻ? അവിടെയാണ് കഥയുടെ അവസാനം. ആ കപ്പൽ തകർച്ചയിൽ നിന്ന് ഇഷ്മായിൽ മാത്രം രക്ഷപ്പെട്ടു. അതെങ്ങനെ? കീക്വേഗ് തനിക്ക് മരിക്കുമ്പോൾ കിടക്കാൻ വേണ്ടി സ്വന്തമായി ഒരു ശവപ്പെട്ടി ഉണ്ടാക്കിയിരുന്നു. നല്ല ഭംഗിയുള്ളൊരു പെട്ടി. പിന്നീട് അയാൾക്ക് അസുഖം ഭേദമായപ്പോൾ ആ പെട്ടി ഒരു ലൈഫ് ബോയ് ആയി കപ്പലിൽ ഉപയോഗിക്കാൻ തുടങ്ങി. ആ. കപ്പൽ തകർന്നപ്പോൾ ആ ശവപ്പെട്ടി വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു. അതിൽ പിടിച്ചാണ് ഇഷ്മയേൽ രക്ഷപ്പെട്ടത്. ഞാൻ മാത്രം രക്ഷപ്പെട്ടു നിങ്ങളോട് പറയാനായിട്ട് എന്നൊരു ബൈബിൾ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് ഇഷ്മയേൽ ഈ കഥ അവസാനിപ്പിക്കുന്നത്. ഓ, അപ്പോൾ ഇതാണ് മോബിഡിക്കിന്റെ ഒരു ഏകദേശ രൂപം. വെറുമൊരു കടൽക്കഥയല്ല, ഒരുപാട് ചിന്തിക്കാനുണ്ട് അല്ലേ? പ്രതികാരം, ഭ്രാന്ത്, വിശ്വാസം, പ്രകൃതിയുടെ ശക്തി, മനുഷ്യന്റെ നിസ്സഹായത, എന്തെല്ലാം കാര്യങ്ങൾ. തീർച്ചയായും. ഏഹാബിന്റെ ആ ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടിയുള്ള യാത്ര, അതിനുവേണ്ടി അയാൾ എന്തും ചെയ്യാൻ തയ്യാറാകുന്നത്, അതൊക്കെ നമ്മളെ പലതും ചിന്തിപ്പിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിനു വേണ്ടി നിങ്ങൾ എത്ര ദൂരം പോകും? അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മറികടക്കാൻ ഒരു മോബിഡിക് ഉണ്ടോ? അത് വലിയൊരു തടസ്സമാകാം, അല്ലെങ്കിൽ അടങ്ങാത്തൊരു ആഗ്രഹമാകാം. അതിനെ നേരിടാൻ നിങ്ങളുടെ വഴി എന്തായിരിക്കും? ഒന്ന് ആലോചിച്ചു നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ വീണ്ടും കാണാം.